ങ്ങളും ചൂഷണങ്ങളും ധാരാളമാണ് താനും. ഇസ്ലാമിൽ ഒരു കാര്യം വിശ്വാസവും അന്ധവിശ്വാസവുമായി തിരിയുന്നത് പ്രമാണങ്ങളെ പിൻബലമുണ്ടോ ഇല്ലേ എന്ന അടിസ്ഥാനത്തിലാണ്. പ്രമാണങ്ങൾ പഠിപ്പിച്ചൊരു കാര്യം അന്ധവിശ്വാസമല്ല, പ്രമാണങ്ങൾ സ്ഥിരപ്പെടാത്തൊരു കാര്യം വിശ്വാസവുമല്ല. ഒരു മനുഷ്യൻ്റെ ജന്മം മുതൽ അവൻ്റെ മരണം വരെയും അതിനു മുമ്പും ശേഷവുമൊക്കെ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മനുഷ്യരല്ല, അവൻ്റെ മാതാപിതാക്കളല്ല, അവൻ്റെ സ്രഷ്ടാവാണ്. അതുകൊണ്ട് ആ സ്രഷ്ടാവ് നിശ്ചയിക്കണം എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് ആചരിക്കേണ്ടത്. അത് ആ സ്രഷ്ടാവിൻ്റെ പ്രവാചകൻ നമുക്ക് അറിയിച്ചു തരണം. അങ്ങനെ സ്രഷ്ടാവും അവൻ്റെ പ്രവാചകനും അറിയിച്ചു തന്നത് എന്തോ അതാണ് ആചാരങ്ങൾ, അതാണ് വിശ്വാസങ്ങൾ. അതിൽ ഇല്ലാത്തത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, സ്രഷ്ടാവ് പഠിപ്പിക്കാത്ത ആശയങ്ങളാണ്. അതിനാൽ ജീവിതത്തിലെ ഏതു രംഗത്തും ഇന്ന് ആചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും ഈ ഒരു മാനദണ്ഡം വെച്ച് നാം പരിശോധന വിധേയമാക്കുക. ഒട്ടനവധി അന്ധവിശ്വാസങ്ങളുടെയാണ് ഇന്ന് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗർഭമുണ്ട് എന്നറിയുന്ന അവിടെ മുതൽ ആരംഭിക്കുന്നു അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ. ഒരു കുട്ടി ജനിച്ചാൽ അന്ധവിശ്വാസങ്ങളുടെ വല്ലാത്തൊരു അരങ്ങേറ്റമാണ് അവിടെ നടക്കുന്നത്. കറുത്ത വളയാണ് ധരിപ്പിക്കാറുള്ളത്, കറുത്ത കുപ്പായമാണ് ധരിപ്പിക്കാറുള്ളത്, കറുത്ത ചരടാണ് കെട്ടിക്കൊടുക്കാറുള്ളത്. കാരണം എന്താ പറയുക? ദോഷമില്ലാതാവാൻ എന്നാണ്. ദോഷമില്ലാതാവാൻ, കണ്ണേറ് ബാധിക്കാതിരിക്കാൻ. ആരാണ് പഠിപ്പിച്ചത് ഇതെല്ലാം ധരിച്ചാൽ ദോഷമില്ലാതാകുമെന്ന്? ഈ കറുത്ത കളറിന് ദോഷത്തെ തടയാൻ കഴിവുണ്ട് എന്ന് ഏത് പ്രമാണമാണ് നമ്മെ പഠിപ്പിച്ചത്? ഒരിക്കലുമില്ല. ഈ കുട്ടി നമ്മുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് ഏതാണ്ട് 10 മാസക്കാലം ഉമ്മയുടെ ഗർഭാശയത്തിലാണ് കഴിഞ്ഞുകൂടിയത്. അന്ന് ആരാണ് ദോഷമില്ലാതെ ആ കുട്ടിയെ സംരക്ഷിച്ചത്? അന്ന് ആരാണ് വേണ്ട കാവൽ നൽകിയത്? സ്രഷ്ടാവായ അല്ലാഹു തആല മാത്രമാണ്. എങ്കിൽ ജനിച്ച ശേഷവും ആ സ്രഷ്ടാവ് മാത്രം മതി എല്ലാ രംഗത്തുമുള്ള രക്ഷയ്ക്ക് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഒരു കുട്ടി ജനിച്ചാൽ പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്, സ്രഷ്ടാവിനോട് നന്ദി കാണിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഖുർആൻ പരിചയപ്പെടുത്തി മറിയം ബീവിയുടെ ജനന സമയത്ത് അവരുടെ ഉമ്മയുടെ പ്രാർത്ഥന, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം, ഇവരെയും ഭാവിയിൽ ഇവിടെ സന്താന പരമ്പരകളെയുമെല്ലാം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് റബ്ബേ നിന്നോടിതാ ഞാൻ കാവലിനെ തേടുന്നു, രക്ഷക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ച ഒരു മാതൃകാ മാതാവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നന്ദി കാണിക്കുവാനാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടത്. എല്ലാ രംഗത്തും ഇന്ന് വഴിമാറുകയാണ്. പുതിയ വീട് വെക്കുമ്പോൾ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ തുടങ്ങുന്നു അന്ധവിശ്വാസങ്ങൾ. ആ സ്ഥലം അത് വല്ല ദോഷവുമുണ്ടോ എന്ന് അന്വേഷിച്ചെടുക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ന്യായമായ വഴിയിൽ ഉടമാവകാശം ലഭിച്ച ഏത് ഭൂമിയിലും ഹലാലായ ന്യായമായ വരുമാനം കൊണ്ട് ഒരാൾക്ക് വീട് വെക്കാം, താമസിക്കാം, ഒരു വിരോധവുമില്ല. വൽ അർള വദഅഹാ ലിൽ അനാം, ഈ ഭൂമി അല്ലാഹു സംവിധാനിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. നമ്മുടെ കൈവശം വന്നത് ന്യായമായ വഴിക്കാകണം എന്നു മാത്രം. വീട് വെക്കുന്ന സമ്പാദ്യം ന്യായമായ വഴിക്ക് അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ഹലാലായ വഴി ലഭിച്ച സമ്പാദ്യമാകണം എന്നു മാത്രം. അവിടെ പ്രത്യേക സ്ഥാനം നോക്കേണ്ടതുണ്ടോ? ഇല്ല. കുറ്റിയടിക്കേണ്ടതുണ്ടോ? ഇല്ല. കന്നിമൂല പ്രശ്നമുണ്ടോ? ഇല്ല. വടക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂലയാണ് എന്ന ആളുകളുടെ ധാരണ. അവിടെ വാസ്തുദേവൻ കിടപ്പുണ്ടത്രേ. വാസ്തുദേവൻ ആ ഭാഗത്തേക്ക് തലയും വെച്ചുകൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ കിണറുണ്ടാക്കാൻ പാടില്ല എന്നാണ് ധാരണ. അവിടെ ബാത്റൂം വരാൻ പാടില്ല, വെള്ള ടാങ്ക് വരാൻ പാടില്ല. അതൊക്കെ വന്നാൽ വാസുദേവൻ കോപിക്കുമെന്നും ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഐശ്വര്യമില്ലാതാകുമെന്നുമുള്ള ധാരണയാണ് ആളുകൾക്കുള്ളത്. വീട് വെക്കുമ്പോൾ ആശങ്കയാണ്, എഴുതി വെക്കുകയാണ് കരിങ്കണ്ണ നോക്കുവെന്ന്. അഭിപ്രായം വേണ്ട എന്ന് മനുഷ്യത്തിൻ്റെ കോലമുണ്ടാക്കി വെക്കുകയാണ്. യഥാർത്ഥത്തിൽ അഭിപ്രായം വേണമെന്നല്ലേ പറയേണ്ടത്? എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ അഭിപ്രായം പറഞ്ഞിട്ട് എന്തു കാര്യമുണ്ട്? ഇപ്പോഴാണ് അഭിപ്രായം പറയേണ്ടത്. അതിന് പകരം അഭിപ്രായം വേണ്ട, ഒരാളെയും അഭിപ്രായം സ്വീകരിക്കാൻ മനസ്സില്ലാത്ത വിധം ധിക്കാരിയായി മാറുകയാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ തുടങ്ങി ഓരോ രംഗത്തും കുറ്റിയടിക്കാൻ ഒരു ഉസ്താദ് വരണമെന്നാണ്, അല്ലെങ്കിൽ ഒരു സിദ്ധൻ വരണം,
ആരെയാണോ താൻ ബഹുമാനിക്കുന്നത് അയാൾ വന്ന് കുറ്റിയടിച്ചെങ്കിലേ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകൂ എന്നാണ്. എന്നാൽ എല്ലാ കുറ്റിയും അയാൾ അടിക്കുമോ? ഇല്ല, ഒന്നാമത്തെ കുറ്റി മാത്രം. ബാക്കി കുറ്റികളോ വല്ല പണിക്കാരൻ ബംഗാളിയോ ആസാമിയോ ഒക്കെ അടിച്ചു പോവുകയും ചെയ്യും. അതേപോലെ കട്ടിൽ വെക്കുമ്പോൾ ഒന്നാമത്തെ കട്ടിൽ ഒരു സിദ്ധനായ ആൾ, തങ്ങൾ, ഉസ്താദ്, ഒരു ഹോജ അദ്ദേഹം വന്ന് വെച്ചെങ്കിൽ, അദ്ദേഹം സ്പർശിച്ചെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകൂ എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കല്ല് ദർഗയിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവരുന്ന, അതേപോലെ മറ്റു സ്ഥലത്തു നിന്ന് അങ്ങനെയുള്ള പ്രത്യേകമായ ബർക്കത്തായി കൊണ്ടുവരുന്ന കല്ല് വെച്ചുകൊണ്ട് ആരംഭിക്കുന്ന മനുഷ്യന്മാർ പോലും ഇന്ന് സമൂഹത്തിലുണ്ട്. അതേപോലെ താമസമാക്കുമ്പോൾ പാല് കാച്ചുന്ന ആളുകൾ, പ്രത്യേകമായ ചില ആരാധനാ മുറകൾ ചെയ്തുകൊണ്ട് പ്രത്യേകമായ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രം വീട്ടിൽ താമസിക്കുന്നവർ, ഗോമാതാവിൻ്റെ പാല് കാച്ചി തിളച്ചു മറിഞ്ഞ് ആ പാല് മുഴുവനും ആ അടുപ്പിലേക്ക് എല്ലാം പൂർണ്ണമായും തിളച്ചു മറിഞ്ഞ് ഒഴുകിപ്പോയെങ്കിൽ വീട്ടിൽ ഐശ്വര്യമുണ്ടാകൂ എന്ന് വിചാരിക്കുന്നവർ, ആ പാല് കുടിച്ച് അല്പമെങ്കിലും ആരോഗ്യമുണ്ടാകുമായിരുന്നു. പക്ഷെ അതിലേക്കല്ല ആളുകൾ എത്തുന്നത്. ഒരു യാത്രയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. യാത്ര പുറപ്പെടുന്ന സമയം മുതൽ ഓരോന്നിലും ഒരുപാട് ശകുനപ്പിഴകളെ പരിഗണിച്ചിട്ടാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ യാത്ര വേണ്ടെന്ന് വെക്കുന്നവർ, പ്രത്യേകമായ പക്ഷികളോ മൃഗങ്ങളോ ശബ്ദമുണ്ടാക്കിയാൽ ആ കാര്യം നല്ലതല്ലെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറുന്ന ആളുകൾ. ആരാണ് സഹോദരങ്ങളെ ഇതൊക്കെ നമ്മെ പഠിപ്പിച്ചത്? പുതിയ തീരുമാനമെടുക്കുമ്പോൾ, വലിയ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആ ദിവസം പോലും നഹ്സാണോ അല്ലേ നോക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ. അവിടേക്കെയാണ് ചൂഷണത്തിന് വഴി തുറക്കുന്നത്. വിവാഹം നിശ്ചയിക്കുമ്പോൾ, വീട് താമസമാക്കുമ്പോൾ, പുതിയ വാഹനം വാങ്ങുമ്പോൾ, പുതിയ കച്ചവടം ആരംഭിക്കുമ്പോൾ ആ ദിവസം ശകുനപ്പിഴയുള്ള ദിവസമാണോ എന്നറിയാൻ ഉസ്താദിനെ പോയി കാണുകയാണ്, തങ്ങളെപ്പോയി കാണുകയാണ്. അതേപോലെ കണക്കരെ, പണിക്കരെ, വ്യത്യസ്തമായ ജ്യോത്സ്യന്മാരെ ചെന്നു കണ്ട് ഇന്ന ദിവസമാണ് വിവാഹം ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ദിവസം ശരിയല്ല, നഹ്സാണ്, ശകുനപ്പിഴയാണ്, ദോഷമാണ്. അതുകൊണ്ട് അന്ന് പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മെ ചൂഷണം ചെയ്യാൻ അവർ കാത്തിരിക്കുകയാണ്. കട തുറന്ന് ഒന്നാമത്തെ ആൾ കച്ചവടം സാധനം വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ആദ്യം തന്നെ കടമാണെങ്കിൽ ഇന്ന് ശരിയാവില്ല, ഒന്നാമത്തെ കച്ചവടത്തിന് കടമാണ്, ഇന്നത്തെ കാര്യം കഴിഞ്ഞുവെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ആദ്യം തന്നെ കടമാണെങ്കിൽ പണവും കിട്ടി, കൂലിയും കിട്ടി, ഇരട്ടി ലാഭമാണെന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കൈനീട്ടം ആരുടേതാണ് എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കച്ചവടം അത് ഇന്ന ആളിൽ നിന്നാണ്, എന്നാൽ ഇന്ന് ശരിയാവില്ല, അല്ലെങ്കിൽ ഇന്ന് ശരിയാകുമെന്നാണ്. രാവിലെ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ആരെയാണ് എന്നാണ് ആളുകൾ നോക്കുന്നത്. ഈ കണി കണ്ടത് ഇന്ന് ഇയാളെയാണ്, ഇന്നത്തെ കാര്യം പോക്കാണെന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇല്ല സഹോദരങ്ങളെ, അങ്ങനെയൊന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. മരിച്ചാലും അവസാനിക്കാത്ത ധാരാളം അന്ധവിശ്വാസങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ട്, ആ മരിച്ച സമയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ്, അനാചാരങ്ങളാണ് സമൂഹത്തിലുള്ളത്. അതൊന്നും മതം ഉത്തരവാദിയല്ല. മതം ആവശ്യപ്പെട്ട, മതം പഠിപ്പിച്ച വിശ്വാസങ്ങൾ ആ നിലക്കൊന്നും പഠിപ്പിക്കുന്നില്ല. ഒരു വീട്ടിൽ ഒരു ആത്മഹത്യ നടന്നാൽ പിന്നെ ആ വീടാരും വാങ്ങില്ല, ആ സ്ഥലത്ത് പിന്നെ താമസിക്കാൻ പറ്റില്ല എന്നാണ്. ഇയാളുടെ ആത്മാവ് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കും, മോക്ഷം കിട്ടാതെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കും. ഇനി ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. ചില വീട് ജിന്ന് സേവയാണെന്നാ പറയുക, ചില വീട്ടിൽ പിശാചു ബാധയുണ്ടെന്നാ പറയുക. അങ്ങനെ ആ വീട്ടിൽ താമസിക്കാൻ കൊള്ളില്ല, ആർക്കും വേണ്ട. പകുതി വിലയ്ക്ക് കൊടുത്താൽ പോലും വാങ്ങാൻ ആളില്ല. ചില വാഹനങ്ങൾ ശകുനപ്പിഴയായി കണക്കാക്കുന്നു, ആരും വാങ്ങുന്നില്ല. എത്ര വില കുറച്ചു കൊടുത്താലും വാങ്ങാൻ ആളില്ല. എന്തൊരു പേടി. റബ്ബിൽ തവക്കുലാക്കി, ബിസ്മില്ലാ തവക്കൽതുലല്ലാ, റബ്ബിൽ തവക്കുലാക്കി അള്ളാഹുവിനെല്ലാം ഏൽപ്പിച്ച് ഇറങ്ങുന്ന വിശ്വാസിക്ക് എന്തു പ്രശ്നമാണ് അതിലെല്ലാം ഉള്ളത്. ചില റൂമുകൾ പോലും, ഹോസ്പിറ്റലിൽ പോലും ചില റൂമുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. 13 നമ്പർ റൂം ആർക്കും ആവശ്യമില്ല. വലിയ ഭരണ കേന്ദ്രങ്ങളിൽ പോലും ചില റൂം എടുക്കാൻ ആളെ കിട്ടുന്നില്ല. ചില നമ്പറുകൾ മോശമാണത്രേ, ചില നമ്പറോ വലിയ ഗുണമാണത്രേ. 313 756 കിട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന മനുഷ്യന്മാർ പോലും സമൂഹത്തിലുണ്ട്. സഹോദരങ്ങളെ, ഇതിലൊന്നും ഒന്നുമില്ല. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, ഇതൊക്കെ അനാചാരങ്ങളാണ്. ഇതിൻ്റെയൊക്കെ മറവിലാണ് ചൂഷണങ്ങൾ നടക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലോകസൃഷ്ടാവായ അല്ലാഹു തആല അവനാണ് സർവ്വ കഴിവും എല്ലാ ശക്തിയുമുള്ളത്. അവൻ തീരുമാനിച്ചതാണ് നടക്കുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയുന്നവരില്ല, നീ തടഞ്ഞാൽ നൽകുന്നവരുമില്ല. അത് ബോധ്യമുള്ള വിശ്വാസിക്ക് പിന്നെ ഈ പറയപ്പെട്ട അന്ധവിശ്വാസങ്ങളൊന്നും വഴിക്ക് പോകേണ്ട കാര്യമില്ല. അവനെ ചൂഷണം ചെയ്യാൻ ഒരാളെ കൊണ്ടും സാധ്യവുമല്ല. സട്ടാവിനെ വിട്ട്, അവൻ പഠിപ്പിച്ച പ്രമാണങ്ങളെ വിട്ട് അല്ലാത്ത വഴിക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മെ ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന 100,000 ചൂഷകന്മാർ ചുറ്റുമുണ്ട്. മതത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ചുമുണ്ട്. ആ കെണികളിൽ പോയി ചാടുക സ്വാഭാവികം മാത്രം. അതുകൊണ്ട്
റബ്ബിലേക്ക് മടങ്ങുക, സട്ടാവിലേക്ക് മടങ്ങുക, അവനെ ഭരമേൽപ്പിക്കുക.